ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിലെ 8ാമത്തെ വീഡിയോ ആണ്. ഈ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്റ്റൈലിംഗ് വീഡിയോ ആണ് കേട്ടോ. നമുക്കൊരു സെറ്റും കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ രണ്ട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് വേറെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കുഞ്ഞി ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ഹെയർ സ്റ്റൈൽസും ചെയ്യുന്നുണ്ട്. ഹെയർ സ്റ്റൈൽസിന് വേണ്ടിയിട്ട് നമ്മൾ മുല്ലപ്പൂ അല്ല ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്നത്, തുളസിമാലയാണ്. നമ്മൾ തുളസി മാല നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഹെയർ സ്റ്റൈലും ചെയ്യണത്. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള സ്റ്റൈലിങ് കാണിക്കുന്നുണ്ട്, 3 തരത്തിലുള്ള ഹെയർ സ്റ്റൈലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുളസിമാല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. എനിക്ക് ആക്ച്വലി തുളസിയും പിന്നെ ചെത്തിപ്പൂവില്ലേ അതും കൂടി ചേർത്തിട്ട് ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് അങ്ങനത്തെ ഫോട്ടോസ് കാണുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ ചെത്തിപ്പൂ ഇവിടെ കിട്ടാനില്ല. പിന്നെ പോരാത്തതിന് പൂര മഴയും, അപ്പോൾ പിന്നെ അത് നടന്നില്ല. നമുക്ക് തുളസി മാത്രം വെച്ചിട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈസിലി അവൈലബിൾ ആണ് ചെത്തി. അപ്പോൾ ഇടയിൽ അതും കൂടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യണ പോലെ തന്നെ 2 ഇതളുകൾ, ഇപ്പോൾ ഇതൾ മാത്രമായിട്ടല്ല ഉള്ളത്, കുറച്ചധികം ഇതളുകളുണ്ട്. എന്തായാലും അത് ഒറ്റൊരു സ്റ്റെം ബോർഡിക്കനല്ലേ വരണത്, അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണത്. വൺസ് നമ്മൾ 3-4 കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വെക്കുക. മാക്സിമം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്കൊന്നും അത്രയ്ക്ക് നന്നായിട്ട് കെട്ടാനൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ തുളസിമാല എന്ന് പറയുമ്പോൾ കുറേ ഇങ്ങനെ ഇതളുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊട്ടും അറിയില്ല. മുല്ലപ്പൂ ആണ് നമ്മളിങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ അറിയാം. അപ്പോൾ നമുക്ക് കുറച്ച് മതി കേട്ടോ, ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇത്ര മതി. അപ്പോൾ ഒരു 10 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ ഞാനൊരു ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇത് നമുക്ക് സൈഡ് പാർട്ടീഷനിൽ ചെയ്യാം കേട്ടോ. നമുക്ക് മിഡിൽ എടുക്കണമെങ്കിൽ മിഡിലും എടുക്കാം. ആദ്യം തന്നെ 2 സെക്ഷൻ ഞാൻ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് ഒരു സെക്ഷനും എടുത്തിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സെക്ഷൻ മുടി ഫ്രണ്ടിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള മുടി എല്ലാം കൂടെ കൂട്ടി കെട്ടിയിട്ട് താഴെ ഒരു പോണിറ്റെയിൽ കെട്ടുകയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കയറ്റി കെട്ടണമെങ്കിൽ അങ്ങനെയാവാം, ഇറക്കി കെട്ടണമെങ്കിൽ അങ്ങനെയാവാം, നമ്മുടെ ഇഷ്ടമാണ്. ഉള്ളിലേക്ക് ഈ വട എന്ന് പറയില്ലേ, ഡോണട്ട്, അത് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മുടി കംപ്ലീറ്റ്ലി ഈ ഡോണറ്റിന് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഡോണറ്റ് കാണാൻ പാടില്ല, ആ രീതിയിൽ വേണം നമ്മൾ കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. വൺസ് ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ഹെയർ ടൈ വെച്ചിട്ട് അതിനെ കണ്ടോ ഇതേപോലെ സെക്യൂർ ചെയ്തെടുക്കണം. ഇവിടെ ഉപയോഗിക്കുന്ന ഹെയർ ടൈ കുറച്ച് ലൂസായിട്ടുള്ളതാണ് കേട്ടോ നല്ലത്. എന്നിട്ടുള്ള ബാക്കിയുള്ള മുടി ഉണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ ചുറ്റി ഈ ബണ്ണിന് ചുറ്റും ഇതേപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചിങ്ങനെ ചുരുട്ടിയിട്ട് വേണം നമ്മൾ ചുറ്റി വെക്കാനായിട്ട്. അല്ലെങ്കിൽ അതിങ്ങനെ പുറത്തേക്കൊക്കെ തള്ളി നിൽക്കും, അപ്പോൾ അതത്ര ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് യൂപ്പിനോ അല്ലെങ്കിൽ സാധാരണ ഇർക്കിലി സ്ലൈഡ് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ ഒരു സൈഡിലത്തെ മുടി ഇതേപോലെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കിൽ ഇതേപോലെ ചീർപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചൊരച്ച് കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട, പക്ഷെ ഇങ്ങനെ ചെയ്താലാണ് കുറച്ച് വോളിയം തോന്നിക്കുക. ഇനി എന്താ വേണമെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന് സ്മൂത്ത് ചെയ്തിട്ട് ആ മുടി ഉണ്ടല്ലോ അതിനെ കംപ്ലീറ്റ്ലി ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഡോണട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ അതിൻ്റെ മീതെ കൂടെ, താഴെ കൂടി അല്ല കേട്ടോ, മീതെ കൂടെ ചുറ്റി കൊണ്ടുവന്ന് എവിടെയാണോ അവസാനം എത്തണം അവിടെ ഒരു ഹെയർ പിൻ ഉപയോഗിച്ച് സെക്യൂർ ചെയ്ത് വെക്കുക. ഇനി അപ്പുറത്തെ സെക്ഷനും അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ മുടി വെട്ടിയിട്ടുള്ള കാരണം എല്ലാം കൂടി ഫ്രണ്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ശരിയായിട്ട് കംപ്ലീറ്റ്ലി മുടി ഇതേപോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ മുടി എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താണ് ചെയ്യണത്. പക്ഷേ ട്വിസ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, ഒറ്റൊരു ലെങ്ത്തിലുള്ള മുടിയുള്ള ആൾക്കാർക്ക് ട്വിസ്റ്റ് ചെയ്യണമെന്നില്ല. എന്നിട്ട് ഈ ബൺ നമ്മൾ കെട്ടിയിട്ടില്ലേ അതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ ചുറ്റി ഒരു ഹെയർ പിൻ ഉപയോഗിച്ച് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. മീതെ കൂടെ കൊണ്ടുവരണം കേട്ടോ, അതാണ് ഭംഗി കാണാനായിട്ട്. താഴെ കൂടെ കൊണ്ടുവരുത്, അപ്പോൾ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ്ലി മാറിപ്പോവും. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മുടിയൊക്കെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാല ഇതിൻ്റെ മീതെ കൂടെ വെക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ താഴെ കൂടെ വെക്കാൻ എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ആവാം കേട്ടോ. ഇത് സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഒപ്പമാണ്, നല്ല രസമുണ്ടാവും. എസ്പെഷ്യലി ഈ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, അതിനൊക്കെ ഭംഗി ഉണ്ടാവും തോന്നുന്നു. ഓൺ റെഗുലർ യൂസിൽ എത്ര കണ്ടും ഭംഗിയുണ്ടെന്ന് എനിക്ക് സംശയമാണ്. തെറ്റൊന്നുമില്ല, കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമും അങ്ങനെ ഈ തിരുവാതിരയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഈ സെറ്റ് മുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലക്കാട് നെടുങ്ങാടിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ബ്ലൗസ് ഞാൻ തന്നെ തുന്നിയതാണ്, പണ്ട് തുന്നിയതാണ്, അതുകൊണ്ട് നല്ല ലൂസാണ്. ഇപ്പോൾ എനിക്ക് ഓൾട്ടർ ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല. ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള മാലയും കമ്മലുമാണ് പെയർ ചെയ്തിട്ടുള്ളത്. ത്രെഡ് വർക്ക് ഉള്ളൊരു
വളയാണ് കേട്ടോ. അപ്പോൾ സെറ്റ് മുണ്ട് സാധാരണ നമ്മളെങ്ങനെ ഉടുക്കുക അതേപോലെ തന്നെ എടുത്തിരിക്കണം. കരം ഞാൻ നല്ല വീതിക്ക് എടുത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ നല്ല ഈ ഒരു പിക്ചർ ഉണ്ട്, മ്യൂറൽ പ്രിൻ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല വീതിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്കിഷ്ടമായി, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് കുറച്ചും കൂടി ഒരു ലൈക്ക് കാഷ്വൽ ലുക്കാണ് കേട്ടോ. കുറച്ചൊരു ഇൻഡോ വെസ്റ്റേൺ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനായിട്ട് എല്ലാ മുടിയും കൂടെ സൈഡിലേക്ക് ഇടുക. എന്നിട്ട് മാക്സിമം സൈഡ് പാർട്ടീഷൻ മാക്സിമം സൈഡിലേക്ക് ആക്കി എടുത്തിട്ട് ഫ്രണ്ടിലത്തെ മുടി കുറച്ചൊന്ന് ഇതേപോലെ വലിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ബാക്കിൽ ഒരു ഇർഗീ സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മൾ റാൻഡംലി നല്ലോണം വോളിയം തോന്നിക്കുന്ന തരത്തിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ പിൻ കുത്താനായിട്ട്, അതായത് സേഫ്റ്റി പിന്നല്ല, ഇർക്കിളി സ്ലൈഡ് കുത്താനായിട്ട്. അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട്, അതായത് ഒരു സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ടും മറ്റേ സൈഡിൽ കുറച്ച് ലൂസായിട്ടും വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതേപോലെ. എന്നിട്ട് ഈ മുടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒരു ഹെയർ ടൈ ഇടുകയാണ്. സൈഡിലേക്കാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. സൈഡിലേക്ക് ചെയ്താൽ തന്നെയാണ് ഭംഗി ഉണ്ടാവുക. ഇത് ഷോർട്ട് ഹെയർ ഉള്ളവർക്കും ചെയ്യാവുന്നതാണ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് നടുക്കുന്ന് നമ്മൾ വിരലിട്ടിട്ട് ഈ പോണി ഉണ്ടല്ലോ അതിന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ട് ഉണ്ടാവും അവിടെ. അപ്പോൾ കുറച്ച് വോളിയം തോന്നിക്കാനും നല്ലതാണ്. എന്നിട്ട് നമ്മുടെ ഈ തുളസിമാല എടുത്തിട്ട് ഇതേപോലെ അതിന് ചുറ്റുമായിട്ട് വെച്ചാൽ മതി. ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ മീതെ കൂടെ വെച്ചാലും മതി. അപ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൈഡിൽ നിന്ന് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് എസ്പെഷ്യലി എനിക്ക് റെഡിൻ്റെ ഒപ്പൊക്കെ നല്ല ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കോൺട്രാസ്റ്റ് ലുക്ക് ഉണ്ട് ഇതിന്. നല്ല ഭംഗിയാണ് ശരിക്കും. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഹെയർ ടൈ ഉണ്ട്, അത് കാണാത്ത രീതിയിൽ നന്നായി വലിച്ചിട്ട് അവിടെ ഒരു ഹെയർ പിൻ കുത്തണം. അത് ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഹെയർ ടൈ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും അതും നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വലിച്ച് അവിടെ ഒരു ഹെയർ പിൻ കുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ തുളസി കുറച്ചും കൂടി ഒന്ന് ഇറക്കിയിട്ട് ഹെയർ ടൈ കാണാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ കുറേ കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു റെഡ് കളറിലൊരു ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ കൊടുത്ത സെറ്റ് മുണ്ടില്ലേ, അതിൻ്റെ ആ ലൈക്ക് മുകളിലിടുന്ന സാരി പോലെ ഉടുക്കണ ഭാഗമുണ്ടല്ലോ, അതാണ് നേരിയത്. ആ ഭാഗം അത് തന്നെയാണ് ഞാൻ ദുപ്പട്ടയായിട്ട് ഷോളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ നേരിയ ഭാഗം എടുത്തിട്ട് നമുക്ക് ഈസിലി ഷോളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല രസമായിരിക്കും. എസ്പെഷ്യലി ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ഉള്ളതോ അല്ലെങ്കിൽ മ്യൂറൽ പെയിൻ്റ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. കമ്മൽ ഞാൻ കുറച്ചൊരു ട്രെൻഡി ആയിട്ടുള്ള കമ്മലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ആമസോണിൽ നിന്നുള്ള കമ്മലാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല. ഓൾറെഡി കമ്മലൊക്കെ ഇത്ര ഹെവിയാണ്. പിന്നെ തലയിലും നിറയെ സംഗതികളുണ്ട്. ദുപ്പട്ടയും ഹെവിയാണ്, അതുകൊണ്ട് മാലയും വളയൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ഉള്ളത്. ഇത് നമുക്ക് കുറച്ചുകൂടി ഒരു കാഷ്വൽ ടൈപ്പിനൊക്കെ പറ്റും. കോളേജിലേക്കും അതേപോലെ തന്നെ സ്കൂൾ ഫങ്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. എസ്പെഷ്യലി ഓഫീസ് ഫങ്ഷൻസിനൊക്കെ, ഓണം സെലിബ്രേഷനൊക്കെ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. പിന്നെ ഈ മേക്കപ്പ് ലുക്ക് ആക്ച്വലി ഇന്നലെ ഞാൻ ചെയ്ത മേക്കപ്പ് പോലെ തന്നെയാണിത്. ഞാൻ പിന്നെ അതേപോലത്തെ മേക്കപ്പ് ആയതുകൊണ്ടും പിന്നെ ഇനിയും മേക്കപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാഞ്ഞതാണ്. സിമിലർ കൈൻഡ് ഓഫ് മേക്കപ്പാണ്, ഒരു ന്യൂട്രൽ മേക്കപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു കുഞ്ഞി പൊട്ടും തൊട്ടിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ഹെയർ സ്റ്റൈല് ഇതൊരു ധാവണി ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ കുറച്ചൊരു എത്തനിക് വേയിലാണ് ചെയ്യണത്. നടു പാർട്ടീഷൻ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി കൈകൊണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സൈഡിൽ കുറച്ച് മുടി വിടുക കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ഒരു കുഞ്ഞ് സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. അതിനിങ്ങനെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് എടുത്തിട്ട് കുറച്ചൊരു പുഫ് പോലെ ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് പുഫ് കുറച്ച് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഒരു ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ മുടി മെടയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഗെയിൻ സൈഡാണ് എടുക്കണത്. സൈഡാകുമ്പോഴാണ് ഫ്രണ്ടിലേക്ക് നമുക്ക് മുല്ലപ്പൂ വെച്ചാലും ശരി തുളസി വെച്ചാലും ശരി കാണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സൈഡിലേക്ക് ചെയ്യണത്. ഇനി അതല്ല ബാക്കിലേക്കാണ് കംഫർട്ടബിൾ വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ മുടി എല്ലാം കൂടി കംപ്ലീറ്റ്ലി സൈഡിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോർമലി നമ്മൾ മെടയണ പോലെ ഒന്ന് മെടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാ സൈഡിൽ നിന്നും ഓരോ മെടഞ്ഞിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ പുള്ളി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് വോളിയം തോന്നിക്കുക. എസ്പെഷ്യലി ഉള്ളില്ലാത്ത മുടിക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ശരിക്കും നല്ല വ്യത്യാസം തോന്നും കേട്ടോ. നല്ലൊരു വ്യത്യാസം തോന്നും. ഞാനൊക്കെ പിടിച്ചിരിക്കണത് അതിലാണ്. എൻ്റെയൊക്കെ മുടി മെടഞ്ഞിട്ട് ഒന്നുമില്ല, ഭയങ്കര ഷൂന്നാണ്. അപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല വോളിയം ഉള്ള പോലെ തന്നെ തോന്നും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തുളസി നമ്മൾ ചെയ്തിട്ടില്ലേ, അത് നമുക്ക് ഉള്ളി കൂടെ എടുക്കാം. ഉള്ളി കൂടെ എടുത്തിട്ട് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ ചുറ്റി വയ്ക്കുക. ഓക്കെ,
നല്ല തിക്കായിട്ട് ഉള്ള പോലെ തോന്നിക്കുന്ന തരത്തിൽ ഇങ്ങനെ ചുറ്റി വെക്കുക. എന്നിട്ട് ഹെയർ പിൻ ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റൈലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മൾട്ടി കളർ എംബ്രോയിഡറീഡ് ആയിട്ടുള്ള ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പണ്ട് തുന്നിയിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മാലയുണ്ട്, കമ്മലൊരു ജുംക്കയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി തന്നതാണ്. സ്കേർട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ തുന്നിയതാണ്. ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ സ്കേർട്ട് പലതരത്തിൽ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു സ്കേർട്ട് എസ്പെഷ്യലി ഗോൾഡൻ കളറിൽ തുന്നി വെച്ചാൽ നല്ല ഉപകാരമാണ്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ കൊടുത്ത സെറ്റ് മുണ്ടിൻ്റെ നീരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല രസമാണ് ധാവണിയായിട്ടും പെയർ ചെയ്യാനായിട്ട്, നല്ല ഭംഗിയായിരിക്കും. ഏത് സെറ്റ് മുണ്ടിൻ്റെയും കുറച്ച് നല്ലൊരു കുറച്ച് വർക്കും അല്ലെങ്കിൽ പ്ലെയിൻ ആണെങ്കിലും ശരി, അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് നമ്മൾ ധാവണിയായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളത് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ധാവണിയായിട്ട് ഉടുക്കുമ്പോൾ നമുക്ക് ഈ സ്കേർട്ടിൽ കുറച്ച് പോം ഡീറ്റെയിൽസ്, കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുത്ത കാരണം തന്നെ ബ്ലൗസ് എംബ്രോയിഡറി വർക്ക്, തിക്ക് എംബ്രോയിഡറി വർക്കിൽ മൾട്ടി കളർ ആയപ്പോൾ നന്നായിട്ട് ഇത് തമ്മിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇതന്നെ നമുക്ക് വേറെ രീതിയിലും ഉടുക്കാവുന്നതാണ്. ഗുജറാത്തി സാരി ഉടുക്കണ മോഡലിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെങ്ങനെ ഉടുക്കണേന്ന്. ജസ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടിടുക, ബാക്കിലേക്ക് കുത്തി വെക്കുക. പിന്നെ അതേ കണ്ടോ അരപ്പട്ട വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹിപ്പ് ചെയിനും കൂടി ഇട്ടാൽ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആണ്. ഇതൊരു ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ. ഇത് കോളേജിലേക്കൊക്കെ ട്രൈ ചെയ്താൽ നല്ല രസമുണ്ടാവും, ഓഫീസിലേക്കാണെങ്കിലും ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ലുക്ക്. അതേപോലെ തന്നെ ഹെയർ സ്റ്റൈൽസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏത് ലുക്കാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്നുള്ളതും പറയണം. കൂടാതെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും പിക്ചേഴ്സ് എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.